സ്വർണത്തിന്റെ നാടല്ലേ നമ്മുടെ തൃശ്ശൂര്. പക്ഷെ പണിക്കൂലി, HUID, ഹോൾസെയിൽ വില എല്ലാം നോക്കണേ. എല്ലാം നോക്കി. ഇനി അഡോറ മതി. അഡോറ ജുവലേഴ്സ്, കേരളത്തിലെ ആദ്യത്തെ ഹോൾസെയിൽ പ്രീമിയം ജ്വല്ലറി, ഇക്കാണ്ടവാരി റോഡ്, തൃശൂർ, യൂണിറ്റ് ഓഫ് TC-Com. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി മുള്ളൂർക്കര യൂണിറ്റ് അംഗവും വാഴക്കോട് സിദ്ദിഖ് സ്റ്റോഴ്സ് ഉടമയുമായ അബ്ദുൾ അസീസിന്റെ മരണത്തിനിടയാക്കിയവരെ കണ്ടെത്തി മാതൃകാപരമായ രീതിയിൽ ശിക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് യൂണിറ്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വാഴക്കോട് നിന്നും മുള്ളൂർക്കരയിലേക്ക് പ്രതിഷേധ പ്രകടനം നടത്തി. കബാലികരുടെ ആക്രമത്തിൽ ജീവൻ പൊലിഞ്ഞതറിഞ്ഞില്ലേ, ജീവൻ പൊലിഞ്ഞതറിഞ്ഞില്ലേ, മദ്യലഹരിയിൽ കടയിൽ കയറി. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി മുള്ളൂർക്കര യൂണിറ്റ് അംഗവും വാഴക്കോട് സിദ്ദിഖ് സ്റ്റോഴ്സ് ഉടമയുമായ അബ്ദുൾ അസീസിന്റെ മരണത്തിനിടയാക്കിയ കാപാലികരെ കണ്ടെത്തി മാതൃകാപരമായി ശിക്ഷിക്കണമെന്നാവശ്യപ്പെട്ടാണ് യൂണിറ്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബുധനാഴ്ച വൈകിട്ട് വാഴക്കോട് നിന്നും മുള്ളൂർക്കരയിലേക്ക് പ്രതിഷേധ പ്രകടനം നടത്തിയത്. യൂണിറ്റ് പ്രസിഡന്റ് KM മുഹമ്മദ്, ജനറൽ സെക്രട്ടറി PM ഹംസ, ട്രഷറർ KM പ്രേമൻ, വർക്കിംഗ് പ്രസിഡന്റ് CM ഷംസുദ്ദീൻ, സെക്രട്ടറി ജനരാജൻ, യൂത്ത് വിംഗ് പ്രസിഡന്റ് മുഹമ്മദ് അബ്ദുൽ സലാം, ജനറൽ സെക്രട്ടറി അഖിൽ ജോസ്, ട്രഷറർ നബീൽ, ബാലകൃഷ്ണൻ ആറ്റൂർ തുടങ്ങി യൂണിറ്റ് കമ്മിറ്റി അംഗങ്ങളും യൂണിറ്റ് മെമ്പർമാരും പ്രകടനത്തിൽ പങ്കെടുത്തു. കടയിൽ കയറി അക്രമം കാണിച്ച കാബാലികരെ ഉടൻ കണ്ടെത്തി നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നും അല്ലാത്തപക്ഷം വിവിധ സമരങ്ങളുമായി മുന്നോട്ടു പോകുമെന്നും പ്രസിഡന്റ് KM മുഹമ്മദ് പറഞ്ഞു. ചൊവ്വാഴ്ച രാത്രിയാണ് അസീസിന്റെ കടയിൽ 4 യുവാക്കൾ മദ്യലഹരിയിലെത്തി ബഹളമുണ്ടാക്കുകയും തുടർന്ന് അബ്ദുൾ അസീസ് കുഴഞ്ഞു വീണ് മരിക്കുകയുമായിരുന്നു. പ്രിയമുള്ള വ്യാപാരികളെ, നാട്ടുകാരെ, നാം ഇന്ന് നടത്തിയ പ്രതിഷേധ പ്രകടനം എന്തുകൊണ്ടും വളരെയധികം ഗംഭീരമായിട്ടിരിക്കുന്നു. നമ്മുടെ ആവശ്യം, നമ്മുടെ ഒരു മെമ്പർ അസീസിനെ ഇന്നലെ 3-4 പേർ ചേർന്ന് കടയിൽ കയറി ആക്രമിക്കുകയും അദ്ദേഹത്തെ മർദ്ദിച്ച് അദ്ദേഹത്തിൻ്റെ ജീവൻ തന്നെ ത്യജിക്കേണ്ടി വരികയും ചെയ്ത ഒരു സന്ദർഭത്തിലാണ് നാം നിലകൊള്ളുന്നത്. നമുക്ക് ഈ സമയത്ത് ഒന്നേ പറയാനുള്ളൂ, ഈ 4 പേരാരായാലും അവരെ കണ്ടുപിടിച്ച് ശക്തമായി നടപടികൾ സ്വീകരിച്ചിട്ടില്ലെങ്കിൽ ഞങ്ങൾ ഇനിയും ഈ പ്രതിഷേധ പ്രകടനം തുടരും. ഒരു സമരമുഖത്തേക്ക് ഞങ്ങളെ വലിച്ചേൽക്കാതിരിക്കണമെന്ന് അധികാരികളോട് പ്രത്യേകം അഭ്യർത്ഥിക്കുകയാണ്, ആവശ്യപ്പെടുകയാണ്. ഞങ്ങളുടെ ശക്തമായ ആവശ്യം ഈ പ്രതികളെ കണ്ടെത്തി മാതൃകാപരമായ ശിക്ഷ കൊടുക്കുക. VCV ന്യൂസ്, മുള്ളൂർക്കര.